ഹായ്. സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും അല്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു മുട്ട നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ വളരെ നല്ലതായിരിക്കുമെന്ന് കുറച്ച് ആൾക്കാർ പറയും. മുട്ടയുടെ വെള്ള മാത്രമേ കഴിക്കാവൂ, മഞ്ഞ കഴിക്കാൻ പാടില്ല എന്ന് വേറെ കുറച്ച് ആൾക്കാർ പറയും. അങ്ങനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാര്യത്തെ പറ്റി തന്നെ ഒരുപാട് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. പക്ഷെ അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സോഷ്യൽ മീഡിയ ഒരുപാട് കാര്യങ്ങളുടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ, എസ്പെഷ്യലി ഈ അടുത്തൊരു പേരൻറ്റിൻ്റെ മെസ്സേജ് കേട്ടപ്പോൾ ഇത്തരം ഒരു കൺഫ്യൂഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ട്, ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് കൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ. അവരവരുടെ കൺസേൺ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കുഞ്ഞിന് 5 മാസം പ്രായമായിട്ടേ ഉള്ളൂ, 3 മാസം പ്രായമായപ്പോഴാണ് കുഞ്ഞ് മുഖത്തേക്ക് നോക്കുന്നത് തന്നെ. ഇപ്പം കുഞ്ഞ് വലിയ ശബ്ദങ്ങളൊക്കെ കേട്ടാൽ ഞെട്ടുന്നുണ്ട്, കിളിക്കാൻ പറ്റി, അതുപോലെ ടോയ്സിൻ്റെ സൗണ്ടുകളൊക്കെ കേട്ടാൽ ശ്രദ്ധിക്കുന്നുണ്ട്, കുഞ്ഞ് മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വിളിക്കുമ്പോൾ അപ്പം തന്നെ നോക്കുന്നില്ല, ആദ്യം എൻ്റെ ഡ്രസ്സിലേക്ക് നോക്കിയിട്ട് പിന്നീടാണ് മുഖത്തേക്ക് നോക്കുന്നത്. അതുപോലെ അവർക്ക് തോന്നുകയാണ്, അവർ കുട്ടിയുടെ കൈയും തലയൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് തോന്നുകയാണ് നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള വലിപ്പമില്ല എന്നൊക്കെ. അപ്പോൾ അവർ പീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്ത സമയത്തൊന്നും പീഡിയാട്രിഷ്യൻസ് ആരും തന്നെ അവർക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം കുട്ടിക്കുള്ളതായിട്ട് അവരോട് ആരും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അവർ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഇതാണ്: കുട്ടിക്ക് ഓട്ടിസം ആണോ, രണ്ടാമത്തത് കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ആണോ എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ആണോ എന്നുള്ള ചോദ്യത്തിന്, ഡൗൺ സിൻഡ്രോം പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം തന്നെ ഈസി ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡൗൺ സിൻഡ്രോം. കാരണം അതിൻ്റെ പീഡിയാട്രിഷ്യൻസ്, കൺസേൺഡ് ആയിട്ടുള്ള പീഡിയാട്രിഷ്യൻസിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അവരൊരു ക്രോമസോമൽ അനാലിസിസ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അത് കൺഫേം ചെയ്യുകയും ചെയ്യും. അപ്പം അതൊന്നും ഇവിടെ സംഭവിക്കാത്ത സ്ഥിതിക്ക് കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമിന്റെ ചാൻസ് വളരെ കുറവാണ്. ഇനി കുഞ്ഞിന് ഓട്ടിസം ആണോ എന്നുള്ള സംശയമാണ് അവർ രണ്ടാമത് പറയുന്നത്. അത് മെയിനായിട്ട് അവർ പറയാൻ കാരണം കുഞ്ഞിന് ഐ കോണ്ടാക്റ്റ് ഇല്ല. 3 മാസമായപ്പോഴാണ് കുഞ്ഞു മുഖത്തേക്ക് നോക്കിയത്. കുഞ്ഞുങ്ങളുടെ നോർമൽ ഡെവലപ്മെന്റിൽ കുട്ടി 2 തൊട്ട് 3 മാസം പ്രായത്തിലാണ് കുഞ്ഞു പേരന്റിന്റെ മുഖത്തേക്ക് നോക്കി തുടങ്ങുന്നത്. അത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തത്, കുഞ്ഞ് വിളിക്കുന്ന സമയത്ത് ആദ്യം ഡ്രസ്സിലേക്ക് നോക്കുന്നു, പിന്നീടാണ് മുഖത്തേക്ക് നോക്കുന്നത്. കുഞ്ഞിൻ്റെ നെക്ക് കൺട്രോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 5 മാസം പ്രായമായ കുഞ്ഞിൻ്റെ നെക്ക് കൺട്രോൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കാൻ പറ്റില്ല. അവർ ആദ്യം നമ്മളെ ഡ്രസ്സിലേക്ക് നോക്കി പിന്നീടാണ് പേരൻറ്റിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടാവുക. അതുകൊണ്ട് അതും ഇവിടെ നോർമലാണ്. ഈ ഒരു സംശയങ്ങളൊക്കെ, അതായത് ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് കുറവാണ്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗൂഗിൾ അത് ഓട്ടിസത്തിൻ്റെ സിംറ്റം ആയിട്ടാണ് കാണിക്കുക. പക്ഷേ കുഞ്ഞിന് 5 മാസം പ്രായത്തിൽ നമുക്ക് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒക്കെ നോർമൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ, കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം അവരുടെ വോക്കലൈസേഷൻസ് ആണ്. അതായത് കുഞ്ഞ് 2 വയസ്സും 2 മാസവും 3 മാസമൊക്കെ പ്രായത്തിൽ ആ, ഊ, കൂ അങ്ങനത്തെ സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ ഒരു 5-6 മാസം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടിയും ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. പപ്പ, ബബ്ബ. പിന്നീട് പ്രായം മുന്നോട്ട് പോകുന്നതോടെ ശബ്ദങ്ങളുടെ എണ്ണം കൂടി വരും. അതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യമാണ്, കുറച്ച് കൂടുതൽ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്ന കുട്ടികളെ കണ്ടാൽ ഈ കുട്ടിക്ക് ADHD ആണ്, ഈ കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് സ്വയം ലേബൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുട്ടികളൊരു 3, 4, 5 വയസ്സ് പ്രായത്തിൽ ഒരുപാട് ഓടുകയും ചാടുകയും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പ്രായമാണ്. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നു എന്ന് കരുതി എല്ലാ കുട്ടികളും ADHDയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഉള്ള കുട്ടികളല്ല. നിങ്ങൾക്ക് അങ്ങനെ ശരിക്കും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ കൺസൾട്ടേഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും സ്വയം കുട്ടികളെ അവരെ കേൾക്കുന്ന രീതിയിലോ അവരുടെ ഒരു കാര്യത്തെ പറ്റിയും അവരെ ലേബൽ ചെയ്ത് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും, ഇനിയിപ്പോൾ പഠന സംബന്ധമായ പ്രശ്നമാണെങ്കിൽ പോലും പഠിക്കില്ല, ഇത് ശരിയല്ല, പഠിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്നങ്ങനെ അവരെ ഫ്രണ്ടിൽ വെച്ച് പറയുന്നതിന് പകരം അതിനൊക്കെയുള്ള കൃത്യമായ രീതിയിലുള്ള പ്രൊഫഷണൽ കൺസൾട്ടേഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ സോഷ്യൽ മീഡിയ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസും തരും. അത് ശരിയായ രീതിയിലല്ല എടുത്തതെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻസും തരും. അപ്പം സ്വയം ഡയഗ്നോസ് ചെയ്ത് സ്വയം തീരുമാനങ്ങളിൽ എത്തുന്നതിന് പകരം അതാത് പ്രശ്നങ്ങൾ അതാത് പ്രൊഫഷണൽസിൻ്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട് തീർക്കുക കേട്ടോ. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് to my channel. Thank you for watching my video.